സസ്പെൻഷൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നു. വണ്ടിയോടുള്ള ഇംപ്രഷൻ തന്നെ മാറ്റിമറിച്ചതാണ്. നല്ലൊരു ഡ്രൈവ് വന്നപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് ഇന്ത്യയിലെ ഓവറോൾ സെയിൽസ് എല്ലാ വാഹനങ്ങളുടെയും കൂടി നോക്കിയാൽ പോലും 25% ഇപ്പോൾ കോമ്പാക്ട് SUVs ആണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആകെ 5 പ്ലേയേഴ്സാണ് മെയിനായിട്ട് വരുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് 4 എന്ന് പറയുന്നത് മാരുതി ബ്രസ, ടാറ്റ നെക്സോൺ, കിയ സോണറ്റ്, ഹ്യുണ്ടായ് വെന്യൂ എന്നീ വാഹനങ്ങളാണ്. അതിനുശേഷം മഹീന്ദ്രയുടെ XUV 300 എന്ന് പറയുന്ന വാഹനം. പക്ഷേ 300-നെ അല്ലെങ്കിൽ മഹീന്ദ്രയ്ക്ക് ആ ഒരു ഫസ്റ്റ് 3-ലേക്ക് എത്താനായിട്ടുള്ളൊരു റണ്ണിൻ്റെ ഭാഗമായിട്ട് അവർ ഇപ്പോൾ 300-യുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് മഹീന്ദ്ര XUV 3XO എന്ന പേരിൽ പുതിയ വാഹനത്തിന് എത്തിച്ചിരിക്കുകയാണ്. അതൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ബെറ്റർ ലുക്സ്, ബെറ്റർ ഇൻറ്റീരിയേഴ്സ്, ബെറ്റർ ക്വാളിറ്റി, അതുപോലെ തന്നെ ബെറ്റർ ഫീച്ചേഴ്സ് ഇതെല്ലാം വെച്ചിട്ട് പുതിയ വാഹനം കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ദ മെയിൻ പാർട്ട് ഇസ് ദ പ്രൈസിങ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 7,49,000 rupees. സോ XUV 3XO പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊരാൾക്കും ഏതൊരു രീതിയിൽ വേണമെങ്കിലും ഒരു കോൺഫിഗർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്. ഓട്ടോമാറ്റിക് വേർഷൻ, മാനുവൽ വേർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഒന്ന് പെട്രോളിൽ തന്നെ 2 എണ്ണവും, പിന്നെ ഒരു ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ. ഇപ്പോൾ ഈ 2 വാഹനം നോക്കിക്കഴിഞ്ഞാൽ ഇത് പെട്രോളിൻ്റെ 1.2 ടർബോ എഞ്ചിനാണ്. ഇതിനകത്ത് വരുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഈ എഞ്ചിൻ 2 നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എഞ്ചിൻ്റെ ഒരു വേരിയേഷൻസ് കൂടാതെ നമുക്ക് ഡിഫറെൻറ്റ് വേരിയൻസ് വരുന്നുണ്ട്, ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏകദേശം 9 ഡിഫറെൻറ്റ് ഓപ്ഷൻസിൽ വരുന്നുണ്ട്. അത് കൂടാതെ പിന്നെയും ഈ ഓട്ടോമാറ്റിക് മാനുവൽ എന്നുള്ള വ്യത്യാസം വരുന്നുണ്ട്. എന്താണെങ്കിലും 9 ഡിഫറെൻറ്റ് വേരിയൻസിലായിരിക്കും നിങ്ങൾക്ക് ഈ 3XO എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കിട്ടാൻ പോകുന്നത്. വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം MX1 മുതൽ AX7L വരെയുള്ള രീതിയിലുള്ള വേരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ വാഹനം നൽകാൻ പോകുന്നത്. XUV 3XOയിലേക്ക് വരുമ്പോൾ അതൊരു റീപ്ലേസ്മെൻ്റ് ആണ്. XUV 300-യുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ പോലും അതിൻ്റെ മെയിൻ വ്യത്യാസങ്ങൾ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഫ്രണ്ടിലും ബാക്കിലുമാണ്. സൈഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ ഫ്രണ്ടും ബാക്കുമാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2ഉം ഒറ്റ ഫ്രെയിമിൽ നിങ്ങളെ കാണിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഡിസൈനും റിയറിൻ്റെ ഡിസൈനും കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ആക്ച്വലി ഈ ഒരു റിയർ ഡിസൈനാണ്. സോ ഫ്രണ്ട് ഡിസൈനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു 300 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഭാഗം തന്നെ, ഗ്രിൽ ഭാഗം തന്നെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ഒറ്റ യൂണിറ്റ് ആക്കിയിട്ട് അതിനകത്ത് നമുക്ക് ക്രോം ഇൻസേർട്സ് കാണാം. ഏകദേശം 6 ഇൻസേർട്സ്, 3 എണ്ണം വീതം 2 സൈഡിലും കാണാം. അതുപോലെ മഹീന്ദ്രയുടെ പുതിയ ട്വിൻ പീക്ക്, പുതിയ മഹീന്ദ്രയുടെ ബാഡ്ജിങ് കാണാം. അതുപോലെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു DRL, C ഷേപ്പ് DRL വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ ലോങ്ങർ ആയിരുന്നു. ഈ ഒരു ഭാഗത്തേക്കും കുറച്ചും കയറി നിന്നിരുന്നു. ഇപ്പോൾ വരുന്നത് ഒരു പ്രോപ്പർ C ഷേപ്പ് വരുന്നുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, താഴെ ഹാലജൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗവും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. 360 ഡിഗ്രി ക്യാമറകളുടെ ക്യാമറ, അതുപോലെ സെൻസേഴ്സ്, ബമ്പർ ഡിസൈൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ അതാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന വ്യത്യാസം. റിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിയർ ഡിസൈൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊന്ന് ഈ ഒരു C ഷേപ്പ്, ഈ ഒരു ഭാഗത്തും ആ ഒരു C ഷേപ്പിൻ്റെ അതുമായിട്ട് നിൽക്കാൻ പാകത്തിനുള്ള ഈ ഒരു C ഷേപ്പ് ഡിസൈൻ, ആ C ഷേപ്പ് ഡിസൈൻ കണക്ട് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ്ലി കണക്റ്റഡ് ഒരു ടെയിൽ ലാമ്പ് ഇവിടെ ഉണ്ട്. സോ ഫുൾ ലെങ്ത്തിൽ നമുക്ക് ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. XUV 3XOയുടെ ബാഡ്ജിങ്, പുതിയ മഹീന്ദ്ര ബാഡ്ജിങ്. ബമ്പർ ഡിസൈൻ റിയറിലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സെൻസേഴ്സ്, ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വൈപ്പേഴ്സ്, ഡിഫോഗർ, സ്പോയിലർ. ഒരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഷാർക്ക് ഫിൻ ആൻറ്റിന ഇല്ല എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ 400 എല്ലാം പോലും ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന ആകാം എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട് ഈ ഒരു റിയർ ഡിസൈൻ നോക്കുമ്പോൾ. സോ XUV 3XOയുടെ ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. കോമ്പാക്ട് SUV ആയതുകൊണ്ട് ബൂട്ട് സ്പേസ് എല്ലാവരും സംസാരിക്കുന്നതാണ്. ഒരു SUV ആണ് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഈ ഒരു കോമ്പാക്ട് SUVനെ പോലും കാണുന്നത്. അന്നേരം ബൂട്ട് സ്പേസ് വേണം. ഇപ്പോൾ XUV 3XOയിൽ നമുക്ക് കിട്ടുന്ന ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 364 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. നല്ല ഡെപ്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹെവി ബാഗൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഡെപ്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഡെപ്തിൽ വന്നതിൻ്റെ ഒരു ഗുണം, ദോഷം ആ ഒരു പൊക്കി എടുത്തു മാറ്റാൻ, ഹെവിയൊക്കെ ആണെങ്കിൽ പൊക്കി എടുത്തു മാറ്റാൻ ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം വരെ കംപ്ലീറ്റ് കവർ ചെയ്ത് റൂഫ് വരെ മുട്ടാതെ തന്നെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ ഒരു 364 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് കമ്പനി പറയുന്നത്. അപ്പോൾ അത് മുട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. എന്താണെങ്കിലും ഈ സെഗ്മെൻറ്റിൽ ഒട്ടും മോശമല്ലാത്ത രീതിയിലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഒരു ലിവർ പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ഹുക്ക് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. സോ തെറ്റില്ലാത്തൊരു
ബൂട്ട് സ്പേസ് ഇപ്പോൾ XUV 3XO നൽകുന്നുണ്ട്. XUV 300 ആയിട്ട് നോക്കുമ്പോൾ സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു പുതിയ XUV 3XOയിൽ വന്നപ്പോൾ ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വീൽസ് തന്നെയാണ്. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് പുതിയ അലോയ് വീൽ ഡിസൈനും അതുപോലെ തന്നെ 17 ഇഞ്ച് വീൽസും ടോപ്പ് എൻഡിൽ 17 ഇഞ്ച് വീൽസും നമുക്ക് ലഭിക്കുന്നുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 360 ഡിഗ്രി ക്യാമറ കിട്ടുന്നുണ്ട്. അതിൻ്റെ ക്യാമറ ഈ ഒരു ORVM-ലുണ്ട്. പിന്നെ റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. ഈ റൂഫ് റെയിൽ വന്നിരിക്കുന്ന ഈ ഒരു എലമെൻറ്റ് നമ്മൾ ഈ വാഹനത്തിൻ്റെ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ കാണുന്നുണ്ട്, റിയറിലാണെങ്കിലും ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്, റൂഫ് റെയിലിൽ കാണുന്നുണ്ട്, ഇൻറ്റീരിയറിലാണെങ്കിലും ഡാഷ്ബോർഡിൽ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് വന്നിട്ടുണ്ട്. സോ അത്രയൊക്കെയാണ് എനിക്ക് സൈഡ് പ്രൊഫൈലിൽ തോന്നുള്ളൂ. അതുപോലെ തന്നെ കമ്പനി പറയുന്ന അനുസരിച്ച് ഇതിൻ്റെ ഈ ഒരു അപ്രോച്ച് ആംഗിളും ഡിപ്പാച്ചർ ആംഗിളും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ബെസ്റ്റ് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ വെയ്റ്റിംഗ് ഡെപ്ത് അതും ഈ ഒരു സെഗ്മെൻറ്റിൽ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ആക്ച്വലി അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് ഐ എം നോട്ട് വെരി ഷുവർ. പക്ഷേ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വന്നപ്പോൾ ഈ ഒരു കളറും റെഡും ഉണ്ടായിരുന്നു. ഇന്നലെ ലോഞ്ചിൻ്റെ സമയത്ത് എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. ഏകദേശം 8 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് പുതിയ മഹീന്ദ്ര XUV 3XO വരുന്നത്. പെട്രോൾ വേർഷൻ AX7L-ൻ്റെ ഇൻറ്റീരിയർ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഡിസൈൻ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ക്വാളിറ്റി അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ പുതിയ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ കൺസോളിൻ്റെ മോൾ വശം നോക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ലെതറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു ബേജ് കളർ ബ്ലാക്ക് കോമ്പിനേഷനിൽ ബേജ് സ്റ്റിച്ചിങ് ആണ് ഈ ബ്ലാക്കിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. ഈ ഒരു എലമെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലും റൂഫ് റെയിലും ബാക്കിലും എല്ലാം നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു എലമെൻറ്റാണിത്. സോ അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ഇത് കംപ്ലീറ്റ് ടോപ്പിൽ ഒരു സോഫ്റ്റ് ലെതർ തന്നെ വന്നിരിക്കുന്നു. ആ ലെതർ ഫിനിഷ് തന്നെയാണ് നമുക്ക് സ്റ്റിയറിംഗിലും നൽകിയിരുന്നത്. സ്റ്റിയറിംഗിൻ്റെ ലെതർ ഫിനിഷ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ക്രൂസ് കൺട്രോളും നൽകിയിട്ടുണ്ട്. സെൻറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഹാമൻ കാർഡിൻ്റെ സിസ്റ്റവുമാണ്, സ്പീക്കേഴ്സുമാണ് വന്നിരിക്കുന്നത്. സോ ഡീസൽ വേർഷനിൽ നമുക്ക് ഈ ഒരു ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ വരുന്നത് സ്റ്റിയറിംഗ് മോഡ്സ് ആണ്. സ്റ്റിയറിംഗ് മോഡ് 3 എണ്ണം വരുന്നുണ്ട് ഡീസൽ വേർഷനിൽ. നോർമൽ, കംഫർട്ട് അതുപോലെ സ്പോർട്ട് എന്ന് പറയുന്ന 3 സ്റ്റിയറിംഗ് മോഡ്. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫീലിൻ്റെ ആയിരിക്കും. പക്ഷേ അതിനകത്ത് ഡ്രൈവ് മോഡ്സ് വരുന്നില്ല ഡീസലിൽ. എന്നാൽ പെട്രോളിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. അതിൻ്റെ സ്റ്റിയറിംഗ് മോഡ് വരുന്നില്ല. ഡ്രൈവ് മോഡിൽ വരുന്ന സിപ്പ്, സാപ്പ്, സൂം എന്ന് പറയുന്ന 3 ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സിൽ വരുന്നുണ്ട്. അതിൽ വരുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും, നമുക്ക് ഡ്രൈവിൽ കാണാം. ഇതാണെങ്കിൽ അതാണ് ഇവിടെ വരുന്ന ഒരു വ്യത്യാസം. ഡീസലും പെട്രോളും വരുമ്പോൾ ഈ സ്വിച്ചസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതിൽ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. അതിൻ്റെ താഴെ നമുക്ക് സി ടൈപ്പും കിട്ടുന്നുണ്ട്, USB വരുന്നുണ്ട്. സി ടൈപ്പിൻ്റെ പ്രത്യേക 65 വാട്ട്സിൻ്റെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നടക്കും. അതിൻ്റെ താഴെ നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട്. വയർലെസ് ചാർജർ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ അത് ചാർജ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്പേസ് ഓക്കെ. സെൻറ്റർ കൺസോളിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ലിവർ, അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വരുന്നത്. മാനുവലിൽ ഡീസലിൽ നമുക്ക് വരുമ്പോൾ ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഇതിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നു, ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് സെൻറ്റർ കൺസോളിൽ കൊടുക്കുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പോലെ തന്നെ അല്ലെങ്കിൽ ആ സെയിം സൈസിലാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വരുന്നത്. 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 2 സോഫ്റ്റ്വെയറും, ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെയും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും സോഫ്റ്റ്വെയർ നമുക്ക് XUV 700 എന്ന് കിട്ടിയതാണ്. എന്നാൽ അത് ഈ ഒരു സൈസ് അല്ല 700 വരുന്നത്. സോഫ്റ്റ്വെയർ മാത്രമേ നമുക്ക് അതിനകത്തുള്ളത് കിട്ടുന്നുള്ളൂ. എന്നാൽ ഈ സൈസിൽ അല്ലെങ്കിൽ ഈ സെയിം സ്ക്രീൻസ് വരുന്നത് നമുക്ക് XUV 400 എടുത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിൽ സോഫ്റ്റ്വെയർ പുതിയ സോഫ്റ്റ്വെയറാണ്. XUV 700 എടുത്ത സോഫ്റ്റ്വെയറാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫ്രെയിംലെസ് ഒരു IRBM ആണ്. ഇതിൽ ഫ്രെയിംലെസ് ആണ്. അതിൽ ഓട്ടോ ഡിമ്മിങ് എല്ലാം വരുന്നുണ്ട്. അത് ഫ്രെയിം ഇല്ല ഇതിനകത്ത്. എന്നാൽ ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ മാനുവലിൽ നമുക്കുള്ള മറ്റേ വാഹനത്തിൽ നമുക്ക് വരുന്നത് ഒരു ഫ്രെയിമുള്ള ഒരു IRBM ആണ്. സ്പേസും നന്നായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസും വലിയ തെറ്റില്ലാതെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ നമുക്കൊരു ബോട്ടിലും വെക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. 2 ഡോറിലും അല്ലെങ്കിൽ 2 ഡോറിൻ്റെ പാഡിലും നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഡോർ പാഡിൽ 2 ഡോറിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു യൂട്ടിലിറ്റി മാനേജ്മെൻറ്റ് നന്നായിട്ട് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പാനോറാമിക് സൺറൂഫാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ പാനോറാമിക് സൺറൂഫ് ഉള്ള വേറെ വാഹനങ്ങളില്ല. ഇതിൻ്റെ പാനോറാമിക് സൺറൂഫ് കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫുൾ ലെങ്ത്തിൽ ഒരു പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്.
അതിൻ്റെ കവറിങ്ങും തെറ്റില്ലാത്തൊരു കവറിങ്ങാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള സെഗ്മെൻറ്റിൽ പോലും പല വാഹനങ്ങളിലെയും ഈ സൺറൂഫും അല്ലെങ്കിൽ പാനോറാമിക് സൺറൂഫിലെല്ലാം ഈ കവറിങ് മോശമായതുകൊണ്ട് ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല. നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഒട്ടും പറ്റുന്ന രീതിയില്ല. പക്ഷേ ഇതിൻ്റെ കവറിങ് തെറ്റില്ലാത്തൊരു കവറിങ് ഉണ്ട്. അതുപോലെ തന്നെ പാനോറാമിക് സൺറൂഫാണ്. അതുപോലെ ഹാഫ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു പാനോറാമിക് സൺറൂഫ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ്സാണ്. സീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു വെന്റിലേറ്റഡ് സീറ്റാണെന്ന് തോന്നിയാൽ പോലും വെന്റിലേറ്റഡ് സീറ്റ് ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ ലെതർ സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡോർ പാഡിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു കൺസോളിൽ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ടോപ്പിൽ കിട്ടുന്ന പോലെ സോഫ്റ്റ് ലെതർ ആണ് ഈ ഒരു ഡോർ പാഡിലും നമുക്ക് ലഭിക്കുന്നത്. സോ ഓവറോൾ നോക്കുമ്പോൾ ഇറ്റ്സ് ഫീച്ചർ ഫിൽഡ്, ബെറ്റർ ക്വാളിറ്റി ആയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മുടെ ഡ്രൈവർ സീറ്റിലോ അല്ലെങ്കിൽ കോ ഡ്രൈവർ സീറ്റിലോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് അല്ല വന്നിരിക്കുന്നത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ ആയിട്ടാണ് സീറ്റ്സ് വന്നിരിക്കുന്നത്. സെക്കൻഡ് റോ സ്പേസ് ഒരു കോമ്പാക്ട് SUV ആയതുകൊണ്ട് സെക്കൻഡ് റോ സ്പേസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം തെറ്റില്ലാത്തൊരു സെക്കൻഡ് റോ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പോക്കറ്റ് രണ്ട് സൈഡിലും ഫ്രണ്ടിലെ സീറ്റിൻ്റെ ബാക്കിൽ പോക്കറ്റ് ഇടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ രണ്ടും ഡ്യുവൽ സോൺ AC ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് എയർ വെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു C ടൈപ്പ് ഒരു പോർട്ട് കിട്ടുന്നുണ്ട്. താഴെ ഒരു മൊബൈൽ ചാർജ് 12 വോൾട്ടിൻ്റെ മൊബൈൽ ചാർജർ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും തെറ്റില്ലാത്തല്ല, നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഹെഡ് റൂമും ഇവിടെ ഒരു സ്കൂപ്പായിട്ട് നൽകിയിരുന്ന ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. നമ്മുടെ പാനോറാമിക് സൺറൂഫിൻ്റെ എഡ്ജ് ഈ ഒരു നമ്മുടെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ വരുമ്പോൾ തീരുന്നുണ്ട്. സോ ഒരു പാനോറാമിക് സൺറൂഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ അവിടെ നിന്നുള്ള ചൂടോ അല്ലെങ്കിൽ തുറന്നിട്ടാലും അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ല. 3 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്. എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും അതുപോലെ കപ്പ് ഹോൾഡേഴ്സും നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ്. സ്പേസിൻ്റെ കാര്യത്തിൽ ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്. XUV 3XOയുടെ ഡ്രൈവിൽ എന്നെ സർപ്രൈസ്ഡ് ആക്കിയ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് പെട്രോൾ എഞ്ചിനാണ്. 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഞാൻ M-Stallion എഞ്ചിനാണ് ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ എഞ്ചിൻ ആക്ച്വലി എന്നെ സർപ്രൈസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് തരുന്നൊരു ടോർക്ക് ഇസ് അമേസിങ്. 230 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നതെങ്കിൽ പോലും ഒരു 1500 മുതൽ ഇതിൻ്റെ ആ ഒരു പീക്ക് ടോക്കിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. 1500 to 3750 ആണ് ഇതിൻ്റെ ടോക്ക് വരുന്നത്. സോ ആ ഒരു ടോർക്ക് അതുപോലെ തന്നെ 130 PS പവർ, ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആക്ച്വലി ഇതിൻ്റെ ഡ്രൈവിനെ ഒത്തിരി എനിക്കിഷ്ടമുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇറ്റ്സ് വളരെ ലീനിയർ ആണ്. ഒരുപാടൊന്നും ആക്സിലറേഷൻ കൊടുക്കേണ്ട. ആ ഒരു 1500 തൊട്ട് യു വിൽ ഫീൽ ദറ്റ് പവർ, യു വിൽ ഫീൽ ദറ്റ് ടോക്ക്, എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഗുഡ് ടു ഡ്രൈവ്. സോ ഇതിൻ്റെ എൻജിൻ ഞാൻ പറഞ്ഞു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എൻജിൻ. പവർ 130 PS പവറും 230 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. ഗുഡ് ടോർക്കും പവറും നന്നായിട്ട് തന്നെ ഉണ്ട്. ആക്ച്വലി അതിൻ്റെ എനിക്ക് ആ ഒരു വണ്ടിയോടുള്ള ഇംപ്രഷൻ തന്നെ മാറ്റി മറിച്ചതാണ് നല്ലൊരു ഡ്രൈവ് വന്നപ്പോൾ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഇതൊരു 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. AC എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനിയുടെ 3rd ജനറേഷൻ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇത്. ബ്യൂട്ടിഫുൾ ഗിയർ ബോക്സ്. ഷിഫ്റ്റിംഗ് വെരി ക്വിക്ക്. ആ ഒരു ഡിലേയോ അല്ലെങ്കിൽ ഒരു ലാഗോ ഒന്നുമില്ല. ബ്യൂട്ടിഫുൾ ഗിയർ ബോക്സ്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു ഡ്രൈവ് ഫീൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കാരണം ആ ഒരു എൻജിൻ പവർ അതുപോലെ ഈ ഒരു ഗിയർ ബോക്സ് കോമ്പിനേഷൻ ടോർക്ക് എല്ലാം കൂടെ കൂടി വരുമ്പം ഡ്രൈവ് ഫീൽ ഈസ് ഗുഡ്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നില്ല, എന്നാൽ ഇതിനകത്ത് ട്രിപ്ടോണിക് വരുന്നുണ്ട്. ട്രിപ്ടോണിക്കും കുഴപ്പമില്ല, ഫീലുണ്ട്. കുറച്ച് ഡീപ്പാണ് ഓരോ ഗിയർ ഷിഫ്റ്റിങ്ങും. പക്ഷേ എനിക്ക് ആ നോർമൽ ഡ്രൈവിൽ ഒരു ഓട്ടോമാറ്റിക് ഡ്രൈവാണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് എൻഗേജിങ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വന്നത്. അതുപോലെ ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ് 3 ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. സിപ്പ്, സാപ്പ്, സൂം എന്ന് പറഞ്ഞ നോർമലി നമുക്ക് വരുന്നത് കംഫർട്ട്, നോർമൽ അല്ലെങ്കിൽ സ്പോർട്ട് എന്നൊക്കെയാണ്. അതിന് പകരം സിപ്പ്, സാപ്പ്, സൂം എന്നുള്ള 3 ഡ്രൈവ് മോഡ്സ് ആണ്. അതിനകത്ത് സൂമാണ് സ്പോർട്ടിന് പകരം വരുന്നത്, സൂമാണ്. ആൻഡ് ദാറ്റ് മോഡ് ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മളെ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെ സൂം എന്ന് പറയുന്ന ആ ഒരു മോഡിൽ ഡ്രൈവ് ചെയ്താൽ ഉഗ്രനായിരിക്കും. ഒരു പെട്രോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കിൽ നമുക്കൊരു ടോർക്ക് ബൂസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ടോക്ക് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടോക്ക് ബൂസ്റ്റ് വരുമ്പോൾ 230 ന്യൂട്ടൺ മീറ്റർ എന്നുള്ള 250 ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് ആ ടോക്ക് ബൂസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ പെർഫോമൻസ് ആണെങ്കിലും 0 to 60 എത്താൻ എടുക്കുന്ന ടൈം മഹീന്ദ്ര പറയുന്നത് 4.4 seconds ആണ്. 0 to 100 പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ 0 to 16 നോക്കും, 0 to 100 നോക്കും അതിൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട്. 0 60 100
100 പെർഫോമൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0 to 60 കമ്പനി പറയുന്നത് 4.4 seconds ആണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ടെസ്റ്റ് ട്രാക്കിലൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു നാസിക് ഹൈവേയിൽ, ബോംബെ നാസിക് ഹൈവേയിൽ ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ 0 to 60 എടുക്കാൻ അല്ലെങ്കിൽ എത്താൻ എടുത്ത ടൈം ഒരു 5.5 seconds ആണ്. ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ടെസ്റ്റ് ട്രാക്കിലാണെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 0 to 100 എത്താൻ എടുത്ത ടൈം 11 seconds ആണ്. ഇതിനകത്തൊരു കാര്യമുള്ളതിൻ്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ ട്രൈ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടോർക്കിൻ്റെ ടോർക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 1500 കഴിഞ്ഞിട്ടാണ്. സോ അതുവരെ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും നമ്മൾ ഹെവി ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത്. പക്ഷേ 1500 കഴിഞ്ഞാൽ പിന്നെ അത് ടോർക്കും പവറും എല്ലാം കൂടി യു ഫീൽ ദാറ്റ് ജംപ്. സോ അതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. സസ്പെൻഷനാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാൻ ഒരുപാട് മോശം റോഡിലും അതുപോലെ തന്നെ ഹമ്പും എല്ലാം ചാടിയപ്പോഴാണെങ്കിലും സസ്പെൻഷൻ തരുന്നൊരു ഫീൽ ഗുഡ് ഫാക്ടർ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു. സസ്പെൻഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്. സസ്പെൻഷൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഏത് ബാഡ് റോഡ്സും അതുപോലെ തന്നെ ഹമ്പും കാര്യങ്ങളും എല്ലാം സസ്പെൻഷൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രൈവ് തരുന്നുണ്ട്. സ്റ്റിയറിംഗ് ആണ് മറ്റൊരു ഫാക്ടർ ഇതിൻ്റെ ഡ്രൈവിനെ എൻജോയ് ചെയ്യാനായിട്ട്. രണ്ട് രീതിയിൽ തന്നെ. ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു ഏർബൻ ഡ്രൈവ് ആണെങ്കിൽ യു വിൽ ലവ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ലൈറ്റ്. വളരെ ലൈറ്റ് ആയിട്ടൊരു സ്റ്റിയറിംഗ് ആണ്. ഇതിനകത്ത് സ്റ്റിയറിംഗ് മോഡ് സെലക്ഷൻ പറ്റില്ല. പക്ഷേ ഡീസൽ മാനുവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്റ്റിയറിംഗ് മോഡ് സെലക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. ഇതിലതില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹൈവേയിലേക്ക് ഹൈ സ്പീഡിലൊക്കെ വന്ന് ഇതിൻ്റെ ഡ്രൈവ് മോഡിൻ്റെ സമയത്ത് സ്റ്റിയറിംഗ് കുറച്ചും കൂടി ടൈറ്റ് ഓഫ് ഫീൽ തരുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ഫീഡ്ബാക്ക് തരുന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഏർബൻ അല്ലെങ്കിൽ സിറ്റി ഡ്രൈവിലൊക്കെ ആണെങ്കിൽ സ്റ്റിയറിംഗ് ഫീൽസ് വെരി ലൈറ്റ്. ഇറ്റ്സ് കംഫർട്ടബിൾ. ടോപ്പ് എൻഡിൽ ഇപ്പോൾ ഈ ഒരു 17-inch വീൽസ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ട്. ഡ്രൈവിൻ്റെ ആ ഒരു സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രൈവ് തരാനുണ്ട്. സസ്പെൻഷൻ ഇസ് ഗുഡ്. സോ ഓവറോൾ ഡ്രൈവിംഗ് കുറച്ചൊരു ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് XUV 3XOയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബ്രേക്കിംഗ്. ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് 4 വീലിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസ് വേരിയൻറ്റിലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ സേഫ്റ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ XUV 3XO മഹീന്ദ്ര കൊണ്ടുവരുന്നത്. അഡാസ് ലെവൽ 2 ആണ് ഈ വാഹനത്തിൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിലെല്ലാം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ബ്രീഫിങ്ങിൻ്റെ സമയത്താണെങ്കിലും പറഞ്ഞത് അഡാസ് ലെവൽ 2 ആണെന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിൻ്റെ ഡ്രൈവിൻ്റെ സമയത്തൊന്നും എനിക്ക് അഡാസിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലെയിൻ കീപ്പ് അസിസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സെറ്റിങ്സിൽ പോയിട്ടാണെങ്കിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. ഡ്രൈവർ അസിസ്റ്റൻസ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. അതിനകത്ത് സ്മാർട്ട് പൈലറ്റ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഐ കൻ സി എമർജൻസി ബ്രേക്കിംഗ് അതുപോലെ തന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ക്ലിയർ. ഇനി എന്തെങ്കിലും ഓഫായിരിക്കുവാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അപ്രോച്ച് അല്ലെങ്കിൽ എനിക്ക് അതിനകത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു രീതിയിലല്ല അത് കൊടുത്തിരിക്കുന്നത്. സോ ഐ കാൻ ട്രൈ ദാറ്റ്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അതെങ്ങനെയാണെന്ന്. എന്താണെങ്കിലും ഇതിനകത്ത് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് കമ്പനി പറയുന്നത്. XUV 700 ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ നമ്മുടെ അഡ്രിനോക്സ് എന്ന് പറയുന്ന കണക്റ്റഡ് കാർ ഫീച്ചറാണ്. അതുപോലെ സോഫ്റ്റ്വെയർ ആണെങ്കിലും XUV 700 എടുത്താണ്. ടോപ്പ് എൻഡ് വാഹനമായ അല്ലെങ്കിൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് വാഹനമായ 700 എടുത്താണ്. എന്താണെങ്കിലും ആ ഒരു അഡ്രിനോക്സ് എന്ന് പറയുന്ന കണക്റ്റഡ് കാർ ഫീച്ചർ തന്നെ ആണ് ഇപ്പം ഈ ഒരു 3XOയിൽ ഉപയോഗിച്ചിരിക്കുന്ന. ഏകദേശം 80 കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ സ്ക്രീനാണ്. ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് ടച്ച് സെൻസിറ്റീവ് ആണ്. വെബ് മോഡ്സും എല്ലാം നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു റെസ്പോൺസിന് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ വളരെ ക്ലാരിറ്റി ഉണ്ട്. ഈവൻ 360 ക്യാമറ എല്ലാം തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് യൂസബിൾ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഡ്രൈവ് മോഡ്സ് എല്ലാം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ടേക്സ് ഫ്യൂ സെക്കൻഡ്സ് ടു എൻഗേജ് ദാറ്റ്. മഹീന്ദ്ര എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഇതിൻ്റെ സീറ്റാണ്. സീറ്റിൻ്റെ ഇറ്റ്സ് കംഫർട്ടബിൾ. വളരെ ഒരു സെക്യൂർഡ് ഫീൽ നമുക്ക് സീറ്റിലിരിക്കുമ്പോൾ കിട്ടും. അത് മാത്രമല്ല ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇലക്ട്രിക്കലി ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല സീറ്റിനകത്ത്. പക്ഷെ മാനുവലി ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു വിസിബിലിറ്റി ഈസ് ടു ദ റോഡ്. കറക്റ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അത് അവരെടുത്ത് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ ഒരു നോർമൽ രീതിയിൽ നമ്മളത് പോകും. പക്ഷേ എടുത്ത് പറഞ്ഞതുകൊണ്ട് ഐ ഫൗണ്ട് ഇറ്റ് റൈറ്റ്. കറക്റ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു കൺക്ലൂഷനോ അല്ലെങ്കിൽ ഒരു വേർഡിക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിനെ XUV 300 ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. XUV 3XOനെ
സോ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്, ഫീച്ചർ വൈസ് ബെറ്റർ ആയിട്ടുണ്ട്, സസ്പെൻഷൻ ഇസ് ബെറ്റർ, ഡ്രൈവ് വൈസ് ഗുഡ്. സോ എല്ലാ രീതിയിലും നോക്കിയാലും ബെറ്റർ ആണ്. മഹീന്ദ്ര ഹാസ് ഡൺ എ ഗുഡ് ജോബ് വിത്ത് ദിസ്. ഈ ഒരു വാഹനമായിട്ട് മഹീന്ദ്ര എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് ക്വസ്റ്റൻ. കാരണം ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് മാരുതി ബ്രസ, അതുപോലെ നെക്സോൺ, ടാറ്റ നെക്സോൺ, കിയ സോണറ്റ്, അതുപോലെ തന്നെ ഹ്യുണ്ടായി വെന്യൂ, ഇതാണ് മെയിനായിട്ട് വരുന്ന കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. സോ അവരുമായിട്ടുള്ളൊരു ഫൈറ്റാണ് ഈ സെഗ്മെൻറ്റിൽ മഹീന്ദ്ര നടത്തേണ്ടത്. എന്താണെങ്കിലും പ്രൈസിങ് വളരെ കോമ്പറ്റീറ്റീവ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് അല്ലെങ്കിൽ MX1 എന്ന് പറയുന്ന വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7.49 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ് ഷോറൂം. അതുപോലെ തന്നെ ഇറ്റ് ഗോസ് അപ് ടു അറൌണ്ട് 13.99 lakhs, 13,99,000 രൂപ. അതിൽ 14 ലക്ഷത്തിൽ തൊട്ട് താഴെയാണ് എക്സ് ഷോറൂം പ്രൈസ്. ടോപ്പ് ഇൻ വേർഷൻ AX7L എന്ന് പറയുന്ന വേരിയൻറ്റ് നിൽക്കുന്നത്. സോ ആ ഒരു പ്രൈസ് റേഞ്ചും അതുപോലെ ഇത്രയും ഫീച്ചേഴ്സും ഡ്രൈവും എല്ലാം നോക്കുമ്പോഴും ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ ഓപ്ഷനും കൂടി വരുന്നുണ്ട്, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ആണെങ്കിലും ഒരു AMT വേർഷനാണ് വരുന്നത്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിട്ടില്ല, പെട്രോളാണ് ഡ്രൈവ് ചെയ്ത്. എന്താണെങ്കിലും എല്ലാം കൂടി ഒരുമിച്ച് നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ദിസ് ഇസ് ഗോൺ ബി എ ഫൈറ്റർ.